നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ പോലെ അല്ല നാളെ അല്ല ഇന്നലെ. എങ്ങനെ ചില ദിവസം പ്രശ്നങ്ങൾ, ചില ദിവസം വളരെയധികം സന്തോഷം. നമ്മൾ വിചാരിക്കുന്ന പോലെ എടുത്തൊന്നും നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ദിവസങ്ങളിൽ നിൽക്കില്ല. പൊതുവെ സ്വാഭാവികമാണല്ലോ. ഇങ്ങനെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും നമുക്ക് ഭയങ്കര പ്രോബ്ലംസ് ഒക്കെ വരും. അത് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ എങ്ങനെ മാറ്റിയെടുക്കാം? പ്രോബ്ലംസിനെ ചലഞ്ചായിട്ട് മാറ്റാം. ഈ ചലഞ്ചസിനെ പിന്നെ വേറെ രീതിയിൽ മാറ്റുന്ന ആളുകളുണ്ട്, ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കുന്നവരും ഉണ്ട്. അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഞാനൊരു കഥ വായിക്കുകയുണ്ടായി. എനിക്കത് വളരെയധികം പ്രചോദനം നൽകിയൊരു കഥയാണ്. ഞാൻ അരുണിമ സിൻഹ എന്ന ഒരു ലേഡിയെക്കുറിച്ച് ഒരു കഥ വായിച്ചു. നാഷണൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു. 2011 അവർക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് എന്ന് പറയുന്നത് ഒരു ട്രെയിൻ യാത്രക്കിടയിൽ, മോഷണ ശ്രമത്തിനിടയിൽ അവരതിനെ എതിർക്കുകയും അവരെ അത് ട്രെയിനിൽ നിന്ന് പെട്ടെന്ന് വലിച്ച് പുറത്തോട്ടിടുകയും ചെയ്തു. അവരുടെ ലെഫ്റ്റ് കാല് പോയി. അങ്ങനെ ആ ഒരു വീഴ്ചയിൽ സാധാരണ നമ്മളെപ്പോലുള്ളവർ എന്ത് ചിന്തിക്കും? ഇനി എൻ്റെ ജീവിതം പോയി അല്ലേ? പക്ഷെ അവരങ്ങനെയല്ല, അതിനൊരു ചലഞ്ചായിട്ട് എടുത്ത് അതൊരു അടുത്ത ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റണമെന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ മൗണ്ട് എവറസ്റ്റിൽ കയറാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ 2013 അവർക്ക് മൗണ്ട് എവറസ്റ്റിൽ എത്താൻ പറ്റി. ഈ ലോകത്തിലെ തന്നെ ആദ്യത്തെ അംഗപരിമിതയായ വനിത. ഇങ്ങനൊരു ബഹുമതിയും അവർക്ക് ലഭിച്ചു. അത് കഴിഞ്ഞു അവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്തില്ല. അവർ 7 ഭൂഖണ്ഡങ്ങളിലും പോയി. അവിടുത്തെ കൊടുമുടികളെല്ലാം, ഏറ്റവും ഹൈറ്റുള്ള കൊടുമുടികളെല്ലാം കീഴടക്കി. അത് കഴിഞ്ഞ് അവർ ഇങ്ങനെയുള്ളവർക്ക് ട്രെയിനിങ് നൽകി. പിന്നെ ഒരു നല്ലൊരു മോട്ടിവേറ്റീവ് ട്രെയിനറും കൂടിയാണ്. ആദ്യത്തെ ആ പ്രശ്നത്തിൽ നിന്ന് കാല് പോയി വീട്ടിലെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ചുരുങ്ങി കൂടാൻ അവർ തീരുമാനിച്ചില്ല. നമുക്ക് മനസ്സിലാക്കാവുന്നത്, നമുക്ക് പ്രശ്നം വന്നാൽ അത് ആളുകൾ പലരും നമ്മളെ നോ 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 എന്ന് നമ്മളോട് പറയും. പക്ഷെ ആ നോയെ നമുക്ക് എങ്ങനെ എടുക്കാം? നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി ടു ലീവ് ആൻഡ് ഫോർ നെക്സ്റ്റ് ഓഫർ ഓപ്പർച്യൂണിറ്റി എന്ന് എടുത്താൽ നമുക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. ഇനി ഒരുപാട് പേരുടെ കഥകളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ? ഒക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആക്കാൻ പറ്റുന്നൊരു ചെറിയ സ്റ്റോറിയാണ്.